ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വർഷത്തെ 9ാം വർഷമായിട്ട് ഉപവാസ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. വീണ്ടും നമ്മൾ ഈ വലിയ നോമ്പിൽ ഉപവാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പലരും ഉപവസിക്കുന്നതിനെ കുറിച്ച് ഒത്തിരി സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയേണ്ട കാര്യം, ഉപവസിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കുന്നതാണ്. തീർച്ചയായിട്ടും നമ്മൾ നല്ല മുൻകരുതൽ എടുക്കണം. കാരണം ഈ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ പിശാചിൻ്റെ തലയെ തകർക്കുന്ന, നരകസർപ്പത്തിൻ്റെ തലയെ തകർക്കുന്ന ഏറ്റവും ശക്തമായൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ സഭയുടെ അനുവാദത്തോടു കൂടി കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി നമ്മൾ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ, ഉപവാസത്തിൽ പങ്കെടുക്കുന്നവർ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളുടെ സ്വന്തം ഇടവകയിലെ വികാരി അച്ഛൻ്റെ ആശീർവാദം മേടിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. അത് ആശീർവാദം മേടിക്കുമ്പോൾ നിങ്ങൾ ആ അച്ഛനെ പോയി കണ്ട് തലേ ദിവസം തന്നെ പറഞ്ഞേൽപ്പിക്കണം. പിറ്റേ ദിവസം കുർബാന കഴിയുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അച്ഛൻ്റെ ആ കുർബാന കുപ്പായത്തോടു കൂടിയുള്ള ഒരു ആശീർവാദം വാങ്ങിക്കുക. ആശീർവാദം വാങ്ങിച്ചതിന് ശേഷം അച്ഛനോട് പറയേണ്ടത് ഇങ്ങനെയാണ്: നമ്മളൊരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഉപവാസ പ്രാർത്ഥനയുടെ എല്ലാ നന്മകളും ലഭിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട്, പിടിച്ചു നിൽക്കാനുള്ള കൃപ, 40 ദിവസം വെള്ളം മാത്രം കുടിച്ചുള്ള ഉപവാസ പ്രാർത്ഥനയാണ്. അപ്പോൾ അതിന് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും കൃപയും വേണം. അപ്പം സഭയുടെ ഔദ്യോഗിക അധികാരത്തിൽ നിന്നും പൗരോഹിത്യത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജവും ഒരു ശക്തിയുമുണ്ട്. ആ അനുഗ്രഹം സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ വികാരിയച്ഛൻ്റെ ആശീർവാദം മേടിക്കുക, ഒന്നാമത്തെ കാര്യം. 2, ഈ ഉപവാസ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് നിയോഗങ്ങളുണ്ടാകാം. എന്നാലും നമ്മൾ പൊതുവായിട്ട് നമ്മുടെ നിയോഗം എന്ന് പറയുന്നത് സഭയ്ക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉപവാസ പ്രാർത്ഥന ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്യാം. നമ്മളൊരു ജപമാല രഹസ്യം ചൊല്ലി പരിശുദ്ധ അമ്മയുടെ വിഗ്രഹത്തിൽ കാഴ്ചവെക്കുന്നു. ആ ജപമാല പ്രാർത്ഥന നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും. അതുകൂടാതെ ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഇന്നു മുതൽ പ്രലോഭനത്തിൻ്റെ വലിയൊരു പിടിയിലേക്ക്, അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ വിഷയം ഇതാണ്: നമ്മളൊരു ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ പിശാച് നമുക്കെതിരെ പ്രവർത്തിക്കും. കാരണം നരകസർപ്പത്തിൻ്റെ തലയെ തകർക്കുന്ന ഒരു പ്രാർത്ഥനയായതുകൊണ്ട് നമുക്കറിയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം യഥാർത്ഥ ഉപവാസം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിൻ്റെ ആദ്യത്തെ വചനം ഇങ്ങനെ തന്നെയാണ്: ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും. ആ ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുക എന്ന് പറയുന്നത് തന്നെ പൈശാചിക തിന്മകൾക്കെതിരെയുള്ള വലിയ ഒരു വെല്ലുവിളിയാണ്. അപ്പം തിന്മയുടെ അന്ധകാര ശക്തിയുടെ, ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലെ രോഗമായിട്ടായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും സാമ്പത്തിക തകർച്ചയായിരിക്കാം, നമ്മളൊരു ആഗ്രഹിക്കുന്ന നമ്മുടെ വളർച്ചയെ എന്താ പറയുക, നഷ്ടപ്പെടുത്തുന്ന ഏതെങ്കിലും പ്രവൃത്തിയായിരിക്കും. അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നമുക്ക് തടസ്സമായി നിൽക്കുന്ന തിന്മയുടെ പ്രവൃത്തികളാണ്. അപ്പോൾ ഈ പ്രവൃത്തികളെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും അത് ദൈവത്തിൻ്റെ സന്നിധി സമർപ്പിക്കും. ഈ പ്രലോഭനത്തെ അതിജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു ജപമാലയിൽ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ പ്രലോഭനത്തെ നേരിടാൻ നമ്മൾ ധൈര്യമായിട്ടിരിക്കണം. പ്രലോഭനം എന്ന് പറയുന്നത് നമ്മൾ അയ്യോ എന്ന് നിലവിളിക്കാനുള്ളതല്ല, നമ്മളെ അതിനെ അതിജീവിക്കാൻ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അധികാരം വെച്ച് നമ്മൾ അതിനെ ചവിട്ടി നടക്കാൻ തക്ക വിധമുള്ള ധൈര്യവും കഴിവും ശക്തിയും ആർജിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുക. കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് വിശുദ്ധിയിലായിരുന്നു വേണം നമ്മൾ ഉപവാസത്തിലേക്ക് പ്രവേശിക്കാൻ. അവർ സ്നേഹപൂർവ്വം എല്ലാവരെയും ഉപവാസ പ്രാർത്ഥന ക്ഷണിക്കുന്നു. കർത്താവ് എല്ലാ മക്കളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതിന് പിന്നിൽ മാധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്ന മക്കൾ, ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർ, ഇതിനുവേണ്ടി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ, ഇതിനുവേണ്ടി ഞങ്ങളെ ഈ യൂട്യൂബ് ചാനലിനെ പ്രോത്സാഹിപ്പിക്കാൻ ഷെയർ ചെയ്തവർ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കാൻ ആഗ്രഹിച്ചവർ, എല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ.